ഹായ് നമസ്കാരം, ഞാൻ ഷിബു കല്ലാർ. ഇന്നത്തെ ഒരു പ്രത്യേക വീഡിയോ ആണ്. കാരണം എന്താ പറയുക, കോഴിക്കൂട് ഇരുന്ന സ്ഥലം അത്ര ശരിയല്ല. അപ്പം ഞങ്ങൾ അവിടെ ആ കോഴിക്കൂട് വെച്ചിട്ട് അവിടെ കോഴി ആ കൂട്ടിനകത്ത് കയറുന്നേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഇന്നൊരു ചെറിയ പ്ലാൻ ചെയ്യാൻ തീരുമാനിച്ചു. കാരണം ആ കോഴിക്കൂട് എടുത്ത് നമ്മൾ വേറൊരു സൈഡിലേക്ക് മാറ്റിയിട്ട് പുതിയതായിട്ട് കോഴിയെ ഇടാൻ വേണ്ടിയുള്ളൊരു പരിപാടിയിലാണ്. അത് ഞാനതിൻ്റെ ചെറിയൊരു വീഡിയോ നിങ്ങളൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കോഴിക്കോട്. അപ്പം ഞാൻ ഈ കോഴിക്കോടിൻ്റെ മേലെ ഒരു കിളിക്കൂടും കൂടെ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. നമുക്ക് നോക്കാം. അപ്പം ഇത് ഞാനിങ്ങനെ ഓരോ ഓടും ഇങ്ങനെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുണ്ട്, ഇത് കോഴിക്ക് മുട്ടയിടാൻ വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്ന പെട്ടിയാണ്. ഇവിടെ കുറച്ച് കോഴിക്കൂടുണ്ട്. ഇതുണ്ട്, ഇവിടെ നമ്മുടെ ഡോങ്കിലിയുടെ സ്ഥലമാണ്. നല്ല ഉറക്കത്തിലാണ്, അപ്പോൾ അവനെ ശല്യം ചെയ്യേണ്ട. അപ്പോൾ ഇതുണ്ടോ, ഇതിനകത്താണ് കോഴികൾ ഇപ്പോൾ സാധാരണ കയറുന്നത്. അപ്പോൾ കുറച്ച് കുഞ്ഞുങ്ങളെയും കൂടെ മേടിച്ച് ഇടാനുള്ളൊരു പരിപാടിക്കാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് കിളികളെയും കൂടെ ഇട്ടാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും എന്ന് കരുതിയുള്ളൊരു ചെറിയ പരിപാടിയിലാണ്. അപ്പോൾ നമുക്കെന്തായാലും ഇതിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ കോഴിക്കൂടിൻ്റെ പണി, ഈ പഴയ സാധനങ്ങളെല്ലാം കൂടെ വെച്ചിട്ടാണ് ഈ കോഴിക്കൂട് ശരിയാക്കുന്നത്. അതിലേക്കുള്ള പരിപാടികൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ഞാൻ സാധനങ്ങളൊക്കെ കൊണ്ട് അടുപ്പിച്ച് വെച്ചേക്കുന്നത്. കുറച്ച് പഴയ ഓടുണ്ടായിരുന്നു, പിന്നെ കുറച്ച് പെട്ടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതിനെ ഒന്ന് റെഡിയാക്കാനുള്ള പരിപാടി നമുക്ക് നോക്കാം. ഇപ്പോൾ കേസ് ഞാൻ ഇത് മൊത്തം കവർ ചെയ്തു. ഇതിനകത്തെല്ലാം പ്ലാസ്റ്റിക്കെല്ലാം വെച്ച് നല്ല സൂപ്പറായിട്ട് കംപ്ലീറ്റ് കവർ ചെയ്തിട്ട് ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാനൊരു കമ്പ് വെച്ച് കെട്ടിയിട്ട് ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്കൊരു ഓടിടാനുള്ള പരിപാടി. അപ്പോൾ ഇത്രയും ഭാഗം ഞാൻ ഓടിട്ടാണല്ലോ. അപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. നമുക്കിപ്പം ഒരു എക്സ്ട്രാ പൈസ കൊടുത്ത് ഒരു സാധനം പോലും മേടിക്കാതാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ വെറുതെ ഒരു കമ്പ് വെച്ച് കെട്ടി, അതേ ഓടിന് വെള്ളം പോകാൻ വേണ്ടി. ഇനിയിപ്പോൾ ഓടിന് ഇടയിൽ കൂടെ വെള്ളം താഴേക്ക് പോയാലും വെള്ളം വീഴത്തില്ല, കാരണം ഇതൊരു പ്ലാസ്റ്റിക് ഇട്ടേക്കാണ്. ഇതേപോലെ തന്നെ ഇത് ഫുൾ പ്ലാസ്റ്റിക് ഇട്ടിട്ടാണ് അതിൻ്റെ മേലെ ഓടിട്ടേക്കുന്നത്. അപ്പോൾ ഒട്ടും ഒരിക്കലും ചോരത്തില്ല, അകത്ത് വെള്ളം പോകാൻ യാതൊരു വഴിയില്ല. ഇവിടെ എന്താ കോഴികൾ ഭയങ്കര ബഹളമാണ്. എന്നാ സംഭവം നോക്കട്ടെ, നമുക്ക് പോയി നോക്കാം. വല്ല മുട്ടയിട്ട് വെച്ചിട്ടുണ്ടോ നോക്കാം. 5 മുട്ട ഇപ്പോൾ ഇട്ടതാണ്. എല്ലാ കോഴിയും ഇട്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇതെല്ലാം ഞാനിങ്ങനെ പെട്ടിയിൽ ഇങ്ങനെ നിറച്ച് വെച്ചേക്കാം. ഇതുകൊണ്ട് അവിടെ ഒരു മുട്ട എടുക്കുന്നുണ്ട്, പുറത്ത് അവിടെ ഒരു മുട്ട എടുപ്പുണ്ട്. ശരി, കുഴപ്പമില്ല, നമുക്ക് നോക്കാം. ഈ തൊട്ടി ഇനിയിപ്പോൾ അടുത്ത ഈ മീനിൻ്റെ ഈ തൊട്ടി ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കണം. അടുത്ത പരിപാടി അതാണ്. നമ്മുടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം പണി തീരും. ഇതിനകത്ത് കുറച്ച് മീനുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഞാൻ കാണിക്കാം. അതുണ്ടോ, ഇത് മീനാണ്. തീറ്റ ഇട്ടാൽ വരും. നോക്കാം നമുക്ക്. ഇത് ഞാൻ ചിലപ്പോൾ മീനിട്ട് കൊടുക്കാറുണ്ട്. കാരണം ഇത് കൂട്ടമായിട്ട് ഒന്ന് തിന്നെ. ഇത് നമ്മുടെ നാട്ടിൽ മലരല്ല, ശരിക്കും ഇത് പൊരി എന്നാണ് ഇവിടെ പറയുന്നത്. ഈ അരി വറുത്തിട്ട് ഉണ്ടാക്കുന്ന സാധനമാണിത്. അപ്പോൾ ഇതൊന്ന് മീനിട്ട് കൊടുത്ത് നോക്കാം, എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. അപ്പോൾ കേസ് ഏകദേശം കൂടിൻ്റെ വേലകൾ കഴിഞ്ഞു. ഇപ്പം ഞാൻ അതിൻ്റെ മുകളിലും ഓടിട്ടപ്പോൾ കാണാനൊരു ചന്തമുണ്ട്, കണ്ടില്ലേ? ഒരു ഭംഗിയില്ലേ? കണ്ടോ, നല്ല രസമല്ലേ? അപ്പോൾ ഇതിൻ്റെ മേലെ നമുക്ക് കമത്തോട് മേടിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല ഡീസൻ്റ് ആയിരിക്കും. അതിൻ്റെ ആവശ്യമില്ല, കാരണം അതിന് അടിയിൽ ഞാൻ പ്ലാസ്റ്റിക് ഇട്ടേക്കുന്നതുകൊണ്ട് ഒരിക്കലും ഇത് നനയാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഇപ്പോൾ അടുത്ത സെറ്റ് ചെയ്യാം. താഴെ നമുക്ക് കോഴിയെ വളർത്താം, മേലെ കിളിയും വളർത്താം. ഈ സൈഡൊക്കെ ഞാൻ വെറുതെ മറച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കിളിക്കൂട് റെഡിയായി, വിത്ത് കോഴിക്കൂട്.
അപ്പോൾ ഗേസ് ഇത് കണ്ടോ, ഇതെല്ലാം ഈ ചെറിയ കിളിയല്ലേ, ചെറിയ കിളിയാകുമ്പോഴത്തേക്കും ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ പുറത്ത് പോകാൻ ചാൻസ്. അതുകൊണ്ട് ഞങ്ങൾ ഈ വല കൊണ്ട് കംപ്ലീറ്റ് കെട്ടിയേക്കാണ്. ഇപ്പോൾ ഇതിനകത്ത് ഇതിന് കഴിക്കാൻ വേണ്ടിയുള്ള ആഹാരം തെനയാണിത്, അത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് കണ്ടോ ഒരു കമ്പി വെച്ച് ഇതിനകത്ത് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കമ്പിയിൽ നിന്ന് കിളിയിരുന്ന് ഇങ്ങനെ ആടുന്ന രീതിയിലാണ് അത് കെട്ടിയേക്കുന്നത്, ഊഞ്ഞാൽ. പിന്നെ വെള്ളത്തിനോട് അകത്ത് പാത്രം സെറ്റ് ചെയ്തു. ഇനിയിപ്പോൾ ഇത് ഒരു കുളത്തും കൊണ്ട് റെഡിയാക്കാനുണ്ട്, അതിൻ്റെ പണിപ്പുരയിലാണിപ്പോൾ. നോക്കാം. ഇപ്പം ഞങ്ങളിത് ചെറിയ ഒരു കൂടായിരുന്നു ഇതിൻ്റെ. ഇപ്പം ഞങ്ങളിത് വലിയൊരു കൂട്ടിലേക്ക് മാറ്റാനുള്ള പരിപാടിയാണ്. ഇതിനെ നമുക്ക് രണ്ടെണ്ണേ ഉള്ളൂ, പിന്നെ നമുക്ക് ഇതിലേക്ക് മാറ്റാം. അപ്പോൾ ഗെയ്സ് ഇത് കണ്ടോ, ഈ ലവ് ബേഡ്സിനെ ഞാൻ പയ്യെ ഈ കൂട്ടിലേക്ക് വിടാനുള്ള പരിപാടിയാണ്. നമുക്ക് നോക്കാം. ഇത് പറന്നു പോകാനും പാടില്ല, അപ്പോൾ ആ രീതി വേണം കൈകാര്യം ചെയ്യാൻ. നോക്കട്ടെ. ടഫാണ്, ബുദ്ധിമുട്ടുണ്ട്, എന്നാലും നമുക്ക് നോക്കാം. അഥവാ പോയാൽ ഇതിനകത്തോട്ട് തന്നെ പോകണം, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പറന്നു പോയാൽ എന്തു ചെയ്യും? അവിടെ പിടിച്ചു എന്നെ കടിച്ചു. அதுக்கு ப்ராப்ளம் வரக்கூடாது, நம்ம லேசாக பிடிப்பாத. அது சரி. കടിക്കുന്നുണ്ടോ എൻ്റെ കയ്യിൽ? அப்படி கடிதையாத പെരുമാൾ ഇത് തുറക്കുമ്പോൾ ஜாக்கிரதையா. ஓகே, நாங்கள் பார்த்துறேன். ஓகே, ஒரு 10 நாள் பழகிடுச்சுன்னா அப்படியே நின்றுடும், தந்தா கூட வராது வெளியே. அவ்வளோதான். ஃப்ரீயாக பறக்குதா? ഫ്രീയാ പറക്കുന്നത് പാ. ഇപ്പം നമുക്ക് തണ്ണി ഇവിടെ വെച്ചാൽ വേല മുടിഞ്ഞിരിച്ചു. தண்ணி வச்சுட்டா, தண்ணி தந்துட்டா. ഇത് കണ്ടോ, കയ്യെ കടിച്ചിട്ടുണ്ട്. നോക്കാം എന്തായാലും. ഇങ്ങോട്ട് കാണിച്ചേ. ആ തന്നെ വെള്ളം എടുത്തോണ്ടോ, അപ്പം എൻ്റെ കയ്യേൽ ഇത് അവനാ കടിച്ചത്. രണ്ടും കടിച്ചു കേട്ടോ എൻ്റെ കയ്യേൽ. ഇതുണ്ടോ, രണ്ടും കടിച്ചു എൻ്റെ കയ്യേൽ. കുഴപ്പമില്ല, ഞാൻ പിടിച്ചോളാം. പിന്നെ ഞാൻ ഇതിന് വെള്ളം വെച്ച് കൊടുക്കണം. എന്താ സംസാരിക്കുന്നത്? അപ്പം ഞങ്ങളുടെ കൂട് പരിപാടി കഴിഞ്ഞു. ഇപ്പോൾ കിളികൾ നല്ല സ്വാതന്ത്ര്യമായിട്ട് ഇതിനകത്ത് പറന്ന് നടക്കാം അതിന്. ഇപ്പം ഇതാണ് നമ്മുടെ കിളിക്കൂട്. ഇനി ഇത് കുറച്ച് ഡെവലപ്പ് ചെയ്യാനുണ്ട്. ആ ഡെവലപ്പിനനുസരിച്ച് കിളികളെ നമ്മളിതിനകത്ത് സെറ്റ് ചെയ്യാം. ഓക്കെ, ബൈ. അപ്പോൾ ഗൈസ്, ഓക്കെ, ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് കാണാം. നന്ദി, നമസ്കാരം.